നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് UDFന് തലവേദനയാണോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരെല്ലാവരും ഇങ്ങനെ രണ്ട് തട്ടിൽ നിൽക്കുന്നു, രണ്ട് ചേരിയിലാണ്. അതായത് രാഹുൽ അനുകൂല ഒരു വിഭാഗവും രാഹുൽ പ്രതികൂല വിഭാഗവും. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തായിട്ട് ചേരിതിരിഞ്ഞ് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് കോൺഗ്രസിനകത്തെ കാഴ്ചയാണെങ്കിൽ UDFനെ ഇത് ബാധിക്കുമോ? അതായത് UDF എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മാത്രമല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന മറ്റു ചില കക്ഷികൾ കൂടി ചേരുന്നതാണ് UDF എന്ന് പറയുന്ന ഒരു മുന്നണി. ആ മുന്നണിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ ഒരു നിർജീവ അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ലീഗ് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ ഈ വിഷയം UDFന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തെ ശക്തമായി ബാധിക്കുമെന്നുള്ളിടത്ത് തന്നെയാണ് അവർ ചിന്തിച്ചു വെക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദുർബലമായി പോകുന്നു. രാഹുൽ വിഷയം വന്നതോടെ എങ്ങനെ കോൺഗ്രസ് ദുർബലമായി പോയി എന്നുള്ളതാണ് പിന്നീട് വരുന്ന ഒരു ചോദ്യം. കോൺഗ്രസ് ദുർബലപ്പെട്ടു കഴിഞ്ഞു, നമുക്കറിയാം. നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി UDF അല്പം ശക്തിമത്തായി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോൾ UDFന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് VD സതീശൻ മുന്നിലേക്ക് വന്നു. VD സതീശൻ ശക്തനായ ഒരു നേതാവ്. നമുക്കറിയാം സതീശനിസം, ക്യാപ്റ്റൻ തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ സതീശനെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ സതീശനിലേക്ക് എത്തിപ്പെട്ടു. പക്ഷേ കാര്യം മറിഞ്ഞ എവിടെ മുതലാണ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി അപ്പോൾ രമേശ് ചെന്നിത്തല അതിനൊരു ചെക്ക് വെക്കുന്നു. അതൊക്കെ കഴിഞ്ഞു. രമേശ് ചെന്നിത്തല ചെക്ക് വെച്ചു, ഞങ്ങൾ തെരഞ്ഞെടുപ്പൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വിടുതലുണ്ടാകുന്നു. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇങ്ങനെ പതുക്കെ തലപൊക്കി വരാൻ തുടങ്ങിയത്. ആദ്യത്തെ വിഷയം ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്കാണ് ആദ്യത്തെ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്നൊരു പെണ്ണ് കേസ് വരികയാണ്. ആ പെണ്ണ് കേസ് ഒരു യുവതിയെ ഇതുപോലെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓഡിയോ സന്ദേശമൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ വേറൊരാൾ കൂടി രംഗപ്രവേശം ചെയ്യുന്നു. അതാരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം പറവൂർ സ്വദേശിയായ ഒരു യുവതിയാണ് പരാതിയുമായി മുന്നോട്ട് വരുന്നത്. ഒരു ചലച്ചിത്ര താരം, മോഡൽ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മുൻ മാധ്യമ പ്രവർത്തക. അതങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ VD സതീശന് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടാണ് VD സതീശന് മറ്റൊന്നും ആലോചിക്കേണ്ടി വരാതിരുന്നത്? നമുക്കറിയാം VD സതീശൻ അതുവരെ നിന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ നേതാവാകാൻ പോകുന്നു, മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്ന വളരെ കൃത്യമായൊരു പോയിന്റ് ഉണ്ടായിരുന്നു VD സതീശന്. എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചു വന്ന യുവതി പെട്ടെന്ന് പറയുന്നു VD സതീശനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. VD സതീശനോട് റിനി ആൻ ജോർജ് മാത്രമല്ല മറ്റു പലരും രാഹുൽ മാങ്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെർവർട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞരമ്പ് രോഗം മറ്റു പലരും VD സതീശനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ VD സതീശന് നിഷേധിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ റിനി ആൻ ജോർജ് സ്വന്തം നാട്ടുകാരിയാണ്, പറവൂർകാരിയാണ്. VD സതീശൻ ഇനിയും നിന്ന് വിജയിക്കേണ്ട ഒരു മണ്ഡലം കൂടിയാണ് ഈ പറവൂർ. അപ്പോൾ VD സതീശന് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. ഐക്യകണ്ഠേന എന്ന് പറഞ്ഞുകൊണ്ടെടുത്ത ഒരു തീരുമാനം. ആ തീരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ആ തീരുമാനം ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യുന്നു. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടം അതിന് മുൻപ് തന്നെ രാജിവെച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. അതൊരു തരം രക്ഷപ്പെടലായിരുന്നു. എവിടെ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്നു വന്നേക്കാവുന്ന ചില ചോദ്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു. ഇനി ആ ഫണ്ടിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ചിന്തിക്കുകയേ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന തൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പോയത്. എല്ലാവരും ഇതിന് ത്യാഗം അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചിറ്റൊക്കെ നൽകി. പക്ഷേ അവിടെ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തനത് സ്വഭാവമാണ് കാണിച്ചത്. അതായത് ക്രൂക്കഡ് മൈൻഡഡ്നെസ്. അതിലൂടെ ഫണ്ട് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. തൊട്ടു പിന്നാലെ ഈ കോൺഗ്രസിൻ്റെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള VD സതീശൻ്റെ നടപടി വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും VD സതീശൻ ഭയങ്കര സെറ്റപ്പായിട്ട് നിന്നു, ഇനി VD സതീശൻ തന്നെ നേതാവ് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അവിടെ നിന്നില്ല കാര്യങ്ങൾ. പിന്നീട് അതായത് രാഹുൽ മാങ്കൂട്ടം തിരിഞ്ഞു നിന്ന, അല്ലെങ്കിൽ ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോട് വെറുപ്പുണ്ടായി? സ്വാഭാവികമായും VD സതീശനോട് വെറുപ്പുണ്ടായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ VD സതീശൻ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തി കൊണ്ടുവന്ന് ഇവിടം വരെ എൻ്റെ MLA വരെയാക്കി നിർത്തിയത്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന ഏത് തെണ്ടിത്തരത്തിൻ്റെയും ഉത്തരവാദി എന്നുള്ള നിലയിലേക്ക് വിരൽ ചൂണ്ടുന്നത് VD സതീശൻ്റെ നേരെയാണ്. തനിക്ക് അങ്ങനെ ഒരു പേരുദോഷം തലയിൽ ചുമന്ന് നടക്കാൻ കഴിയില്ല. കാരണം
ഈ രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നത് എല്ലാം തൊട്ടിത്തരമാണെന്ന് വി ഡി സതീശന് കൃത്യമായി അറിയാം. അപ്പോൾ വി ഡി സതീശൻ ഒരുപാട് പരാതികൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ തൻ്റെ തലയിൽ നിന്ന് ആ ആപ്പ് ഊരി ദൂരെ കളഞ്ഞു. എന്നാൽ അവിടെയാണ് കളി തുടങ്ങുന്നത്. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടം ശക്തനായ ഒരു നേതാവായി മാറുകയും ഈ രാഹുലിനെ താങ്ങി ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഷാഫി പറമ്പിലുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഉപജാപക സംഘം ഇവിടെ ഉണ്ടാക്കുന്നു. ആ ഉപജാപക സംഘത്തിൻ്റെ പിണിയാളുകളായി ഒരു പറ്റം സൈബർ ഗുണ്ടകളും കൂടി കയറി കഴിഞ്ഞപ്പോഴേക്ക് ദാ കിടക്കുന്നു വി ഡി സതീശൻ്റെ എന്താ പറയുക കടുകും കറിവേപ്പില എന്ന് പറയുന്ന പോലെ എടുത്തിട്ട് അലക്കി തുടങ്ങി സൈബർ മാധ്യമങ്ങളിൽ. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ അത്രത്തോളം പേരുദോഷം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവിടേക്ക് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ തനിക്ക് അനുകൂലമാക്കി തീർക്കാമെന്ന് കരുതിക്കൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ എൻട്രിയും ഉണ്ടാകുന്നു. അങ്ങനെ കെ സി ഒരു വശത്തേക്ക് സ്വന്തം അനുയായികൾ എന്നുള്ള നിലയിൽ ഷാഫിയെയും അതോടൊപ്പം പി സി വിഷ്ണുനാഥിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഒപ്പം നിർത്തുന്നു. ഇതൊരു വലിയ പടലപ്പിണക്കത്തിന് കാരണമായി തീരുന്നു. ഇതും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴും കോൺഗ്രസ് ദുർബലപ്പെട്ടു. നമ്മൾ ആലോചിക്കുമല്ലോ, അവിടെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി നിൽക്കുന്നു, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കറതീർന്ന കോൺഗ്രസ്സുകാർ നിൽക്കുന്നു, പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന യാതൊരു തെറ്റും ഇല്ലാത്ത ഒരു നേതാവ് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര് നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അവിടെ ശക്തമല്ലേ, വി ഡി സതീശൻ മാത്രമല്ലേ ഒതുങ്ങിയിട്ടുള്ളൂ എന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണ് തെറ്റ്. കോൺഗ്രസ് തെറ്റി തീർന്നിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മാൻഡ്രയ്ക്ക് ഇരിക്കുന്നിടം മുടിഞ്ഞു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെയും ദുർബലപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് കെ സി വേണുഗോപാൽ എൻട്രി ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതാക്കളുടെ പക്ഷം. ഒരു വലിയ വിഭാഗം ഈ കെ സി വേണുഗോപാലിന്റെ ഈ ഒരു നീക്കത്തെ അതിശക്തമായി എതിർക്കുന്നുണ്ട്. കെ സിയുടെ ഇടപെടൽ കാരണം ഇവിടെ കോൺഗ്രസ് പാർട്ടി ദുർബലപ്പെട്ടു പോയി, അത് UDF ബാധിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനുള്ളിൽ കെ സി വേണുഗോപാൽ നടത്തിയത് അനാവശ്യമായ ഇടപെടലാണ്. അത് കോൺഗ്രസിനെ തകർക്കാൻ മാത്രമേ ഉതകിയിട്ടുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കി കഴിഞ്ഞാൽ അടൂർ പ്രകാശ് എന്താ ചെയ്തത്? അടൂർ പ്രകാശ് അതുവരെ വി ഡി സതീശനൊപ്പം നിൽക്കുകയാണ് എന്ന് മട്ടിൽ തോന്നിപ്പിക്കുകയും തുടർന്ന് ഇതേ ആള് തന്നെ തൊട്ട് അടുത്ത മൊമെന്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. എന്നാൽ ലീഗിന്റെ അഭിപ്രായം അങ്ങനെ അത് പാടില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ആള് നിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കേ ശക്തി എന്ന് പറയുന്ന ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ഒന്നില്ല. കാരണം എന്താണ്? എവിടെയും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസും ഫണ്ട് തട്ടിപ്പും ഒക്കെയാണ്. ഇവിടെ ശക്തമായ രീതിയിൽ, അതായത് ലീഗുകാരുടെ അഭിപ്രായത്തിൽ സ്ത്രീകളും കുട്ടികളുമുള്ള ഒരു വീട്ടിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ഈ UDF ഭാഗമായി നിന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ബൂത്ത് തലത്തിലെ പ്രചരണ പരിപാടികളെല്ലാം തകർന്ന് തരിപ്പണമായി, ഒന്നും അതിവേഗതയിൽ മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയിലേക്ക് പോകാനുള്ള സാധ്യത UDF സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് കാരണക്കാരി കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന നാറിയവന്മാരും, അതായത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്നാണല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരും നാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനിയിപ്പം വോട്ട് തെണ്ടാൻ വേണ്ടി ഇറങ്ങുക? അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ പോലുമുള്ള ഒരു പ്രചരണ പരിപാടികൾ നടക്കുന്നില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF ഒരു MLA എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തുയർത്തി കാണിക്കാൻ കഴിയുക? ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ലീഗ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വലിയ പൊട്ടിത്തെറി തന്നെ കോൺഗ്രസിനകത്തുണ്ടാവും. അങ്ങനെ കോൺഗ്രസ് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും വലിയൊരു പ്രതിസന്ധിയിലേക്കും പോകുന്ന സാഹചര്യം ഇത് LDF സംബന്ധിച്ചിടത്തോളം അത് മികച്ച ഒരവസരമായി മാറും. കഴിഞ്ഞ 2 തവണ ഭരണം നഷ്ടപ്പെട്ടു പോയി കേരളത്തിൽ പറയത്തക്ക എന്തെങ്കിലും മുന്നേറ്റം നടത്തിയ ഒരു പാർട്ടിയോ മുന്നണിയോ ആയി UDF അടയാളപ്പെടുത്താനേ കഴിയില്ല. UDF ഇവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിയുമ്പോഴും ഒന്നുകിൽ ആ പാർട്ടി നന്നായി മാറണം, അതായത് അടുത്ത തവണയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ മുന്നണി നന്നായി മാറുന്ന ഒരു സാഹചര്യമല്ലേ സ്വാഭാവികമായി ഇവിടെ ഉരുത്തിരിയേണ്ടത്. എന്നാൽ അതാണോ സംഭവിച്ചത്? ഇല്ല. നാൾക്ക് നാൾ UDF എന്ന് പറയുന്ന മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാഫുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയല്ലേ?
ഈ പറയുന്ന കഴിഞ്ഞ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചത് ഇവിടെ കഴിഞ്ഞ 7 വർഷക്കാലമായി DYFI എന്ന് പറയുന്ന യുവജന സംഘടന എന്താ ചെയ്യുന്നത്? വെറും പൊതിച്ചോറ് വിതരണം മാത്രമല്ലേ നടക്കുന്നത്? അവിടെ അനാശാസ്യം അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യം നിങ്ങൾ വല്ലവരും അറിയുന്നുണ്ടോ എന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അനാശാസ്യത്തിന് മാത്രമല്ല സ്ത്രീപീഡനവും ബലാത്സംഗമടക്കമുള്ള കേസുകളിൽ പ്രതിയായി, എന്നിട്ട് നാട് വിട്ട് ഒളിച്ചോടി വീരശൂര പരാക്രമിയാണ് താനെന്ന് പലപ്പോഴും പറഞ്ഞിരുന്ന വിജയ എന്ന് പറയുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും പേരെടുത്ത് കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ധൈര്യശാലി ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് എങ്ങനെ പ്രതിരോധിക്കും? ജനങ്ങളുടെ ഇടയിൽ ചോദ്യമുണ്ട്, നിങ്ങളുടെ MLA എന്താ കാണിച്ചു വെച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ UDF ഒരു നേതാവ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആ ഒരു ഗതികേട് ശരിക്കും ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ് UDF അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായി അതിശക്തമായ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കും. ആ പൊട്ടിത്തെറി ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിൽ അകറ്റുന്നതിന് കാരണമായി തീരും. അതിപ്പോൾ പല നേതാക്കന്മാരുടെയും മനസ്സിലുണ്ടെന്നേ. മുസ്ലിം ലീഗിന് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു ഉപജാപക വൃന്ദത്തിനകത്ത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിൻ്റെ ഒരു തീരുമാനം, ഷാഫി പറമ്പിൽ ഈ ലീഗിനെ അത്ര പരിഗണിക്കുന്നില്ല, തീരെ അവഗണിക്കുന്നു. കാരണം എന്താണ്? ഷാഫി പറമ്പിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. അതിലേറെ പേരും ഇന്ന് UDF പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടിയും SDP-യുമാണ്. ഇത് മാത്രമല്ല പലയിടങ്ങളിൽ നിന്ന് ഫണ്ട് വരുന്നതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ലീഗ് അപ്രസക്തമായ ഒന്നായി മാറും. തന്നെയല്ല KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ഈ ഷാഫി പറമ്പിൽ പറയുന്നതിന് ഒരു അണ്ണ് കീട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പ്രവർത്തിക്കുന്ന ഒരാളല്ല. കാരണം ഷാഫി പറമ്പിലിൻ്റെ കയ്യിൽ മുഴുവൻ അച്ചുതണ്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ പലരും ഷാഫി പറമ്പിലിനെയും നമ്മുടെ KCയെയും താങ്ങി നടക്കുന്നതെന്ന് വെച്ചാൽ പലർക്കും അധികാരം വേണമല്ലോ. ഈ പറയുന്ന പല്ല് കൊഴിഞ്ഞു പോയി നിൽക്കുന്ന പലരെയും താങ്ങിയിട്ട് കാര്യമില്ല. ഏറ്റവും ഒടുവിൽ സുധാകരൻ രാഹുൽ മാങ്കൂട്ടം വെറും നിഷ്കളങ്കനായ ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. കാരണം എന്താ? അവിടെയും ഈ പറയുന്ന ആളിനെ മുഖ്യമന്ത്രിയെങ്കിലും ആക്കണം എന്നുള്ളൊരാഗ്രഹം സുധാകരൻ ഉണ്ടായിരുന്നു. സുധാകരൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ മിനിമം ഒരു മന്ത്രിയെങ്കിലും ആകണം. അതിനുവേണ്ടി ഇപ്പം ചാരി നിൽക്കുകയാണ് പലരും. ഇപ്പോൾ അങ്ങനെയാണെന്നേ. അടൂർ പ്രകാശ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സണ്ണി ജോസഫ് ആണെങ്കിലും എല്ലാവരും ഇപ്പം ചാരി നിൽക്കുന്നത് ഉപജാപക വൃന്ദത്തിനൊപ്പമാണ്. അതായത് കോൺഗ്രസിനെ ഇത്രത്തോളം പേരുദോഷം കേൾപ്പിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന മഹനീയമായ പൈതൃകമുണ്ടായിരുന്ന ഒരു പാർട്ടിയെ നശിപ്പിച്ച് നാറാണക്കല്ലിടിപ്പിച്ച് ഇനി അതുകൂടാതെ സർവമാന പെണ്ണുകേസും സർവ്വതൊട്ടിത്തരങ്ങളും പല നാടുകളിൽ നിന്നുള്ള ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിറക്കലും എല്ലാമായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയിരിക്കുന്നു. ആ അധപ്പതനത്തിൻ്റെ പിന്നാലെയാണ് പലരും കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നേതാക്കന്മാരെല്ലാം ഒരു വശത്തേക്ക് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ശാപം. ഈ ശാപം കൃത്യമായി ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. ലീഗിന് ഇനി അധികം ഈ UDF തുടർന്നു കഴിഞ്ഞാൽ ലീഗിന് വലിയ ഭാവിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്താണ്? നാളെ ലീഗ് ഇവിടെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാനും ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നോ പറഞ്ഞുകൊണ്ട് വാദിച്ചു കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞ ഷാഫി പറമ്പിലോ KC വേണുഗോപാലോ തീരുമാനിക്കണം ഇവർക്ക് കൊടുക്കണോ വേണ്ടതെന്ന്. അപ്പോൾ ഷാഫിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ഷാഫി ഒരു ന്യൂനപക്ഷ മുഖമാണ് കോൺഗ്രസ് പാർട്ടിയിലെ, അതും ശക്തനായ ഒരു മുഖം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷാഫി പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കല്ലേ അവിടെ പരിഗണന ലഭിക്കുകയുള്ളൂ? മതേതരത്വം പുലമ്പിക്കൊണ്ട് നടക്കുന്ന മുസ്ലിം ലീഗിനെ അവിടെ പരിഗണിക്കുമോ? ഇല്ല. അപ്പോൾ അതും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെണിയായി മാറുമെന്ന് മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വലിയൊരു പ്രത്യാഘാതം വരും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്.